ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 60-ാമത്തെ ശ്ലോകം നോക്കാം. ന ത്വാമപി സുതൈഃ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന സംസ്ഥിതാ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അപ്പോൾ കലിയുടെ പ്രഭാവം കൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ മാറ്റം വന്നു, അതിൻ്റെ ദോഷം ഭൂമിദേവിക്ക് എങ്ങനെ വന്നു ചേർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കലിയുടെ 2 പ്രധാനപ്പെട്ട ദോഷങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ന ത്വാമപി സുതൈഃ സാകം. ന എന്ന് പറഞ്ഞാൽ ഇല്ല, ത്വാമപി, ത്വാം അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വാമപി. ത്വാം എന്നാൽ നിന്നെ, അപ്പോൾ നിന്നെയും സുതൈ സാകം, സുതൈ എന്ന് പറഞ്ഞാൽ പുത്രന്മാരോട്, സാകം കൂടെ, അപ്പോൾ നിന്നെയും നിന്റെ പുത്രന്മാരെയും, കോപി, കഹ അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കോപി എന്ന് പറഞ്ഞാൽ കഹ എന്നാൽ ആര് എന്നുള്ളതാണ്. അപ്പോൾ കോപി എന്ന് പറയുമ്പോൾ ആരും തന്നെയും, അപ്പോൾ നിന്നെയും നിന്റെ പുത്രന്മാരെയും ഇന്ന് ഈ കലിയുഗത്തിൽ ആരും തന്നെയും പശ്യതി, പശ്യതി എന്നാൽ നോക്കുക, സാമ്പ്രതം എന്നാൽ ഇപ്പോൾ, അപ്പോൾ ഈ കലിയുഗത്തിൽ നിന്നെയും നിന്റെ പുത്രന്മാരെയും ആരും തന്നെ നോക്കുന്നേയില്ല. ആർക്കും, അല്ലയോ ഭക്തിദേവി, അവിടുത്തെയും അവിടുത്തെ പുത്രന്മാരെയും വേണ്ടാതെയായിരിക്കുന്നു, പ്രത്യേകിച്ചും പുത്രന്മാരെ. കാരണം അറിവ് ആർക്കും നേടണ്ട. അതേപോലെ തന്നെ ഈ ഭൗതിക പ്രപഞ്ചത്തോട് ഒട്ടി നിൽക്കുന്നതിൽ നിന്നും പിന്മാറാനും പിന്തിരിയാനും ആരും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അടുത്ത ഇതിൽ പറയുകയാണ്, ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന സംസ്ഥിത. ഇവിടെ ഉപേക്ഷിത അനുരാഗാന്ധൈ ജർജരത്വേന, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന. ഉപേക്ഷിത എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ. ആര്? ഭക്തിദേവി ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. കാരണം അനുരാഗാന്ധൈർ, അനുരാഗാന്ധൈ എന്ന് പറഞ്ഞാൽ അനുരാഗം കൊണ്ട് അന്ധരായിരിക്കുന്നു, താല്പര്യം കൊണ്ട് അന്ധരായിരിക്കുന്നു. എന്തിനോടുള്ള താല്പര്യം? വിഷയങ്ങളോടുള്ള താല്പര്യം കൊണ്ട് അന്ധരായി തീർന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഭക്തിദേവി അവിടുന്നും അവിടുത്തെ പുത്രന്മാരുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു. തന്നെയുമല്ല, അവിടുന്നും ഭക്തിദേവി അവിടുന്നും അവിടുത്തെ പുത്രന്മാരും ജർജരത്വേന സംസ്ഥിത. ജർജരത്വേന എന്ന് പറഞ്ഞാൽ ജീർണാവസ്ഥയെ, ജരാനരാദികളൊക്കെ ബാധിച്ച് എന്ന് പറഞ്ഞാൽ ജീർണാവസ്ഥയെ സംസ്ഥിത പ്രാപിച്ചിരിക്കുന്നു, അഥവാ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ കലിയുഗത്തിൽ മനുഷ്യ മനസ്സിൽ ശരിയായ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് അരുതാത്ത പാതകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും അവർ ദുഷ്കർമ്മികളായി മാറുകയും മനസ്സ് വിഷലിപ്തമായി മാറുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ചിന്തകളിൽ നിറയുന്ന ആ വിഷം ഭൂമിദേവിയിലേക്കും അത് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഭൂമിയും ഇപ്പോൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മാലിന്യങ്ങളാൽ, പാപങ്ങളാലും പാപകർമ്മങ്ങളാലുമൊക്കെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ജനങ്ങൾക്കൊന്നും അതുകൊണ്ട് തന്നെ, അല്ലയോ ഭക്തിദേവി, അവിടുത്തെയോ അവിടുത്തെ പുത്രന്മാരെയോ ഒന്ന് നോക്കാൻ കൂടി താല്പര്യമില്ല. അവർക്ക് താല്പര്യം മൊത്തം അവർക്ക് വേണ്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ വിഷയാസക്തിയിൽ അവരങ്ങനെ രമിച്ചു കഴിയുകയാണ്. അവർക്ക് ഈ സത്യത്തിലേക്ക്, ഈ തത്വത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അവർ മതിമറന്ന് ജീവിക്കുകയാണ്. അതാ പറഞ്ഞ അന്ധരായി ജീവിക്കുന്നു. അനുരാഗ അന്ധൈ എന്നാ പറഞ്ഞ, അനുരാഗം കൊണ്ട്, വിഷയാസക്തി കൊണ്ട് അന്ധരായിരിക്കുന്നു അവരൊക്കെ. അവർക്ക് വേണ്ടതിപ്പോൾ തൻ്റെ ചുറ്റിനുമുള്ളതൊക്കെയും, അത് യാതൊന്നായിരുന്നാലും അതൊക്കെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന, തങ്ങൾക്ക് വേണ്ട ഉപഭോഗ വസ്തുക്കളായി ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ തനിക്ക് ചുറ്റുമുള്ള സർവ്വജീവജാലങ്ങളെയും കണ്ടു തുടങ്ങിയിരിക്കുന്നു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവന് ഇപ്പോൾ
താൻ യാതൊന്നിലാണോ നിലകൊള്ളുന്ന ആ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുക എന്നൊന്ന് മനുഷ്യനിപ്പോൾ അറിയാൻ വയ്യാത്തതായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ, തൻ്റെ ചുറ്റിനുമുള്ള സർവ്വജീവജാലങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കാനും അതിലെല്ലാം ഈശ്വരാംശത്തെ കാണാനും പഠിപ്പിക്കുന്ന സംസ്കാരം, അല്ലെങ്കിൽ ആ ഒരു മഹത്വപൂർണമായ പാത അവർ കാണുന്നേയില്ല. ആ ഒരു സംസ്കാരം അവരിൽ നിന്നും തീർത്തും ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഭക്തിദേവി, അവിടുന്നും അവിടുത്തെ പുത്രന്മാരും അതുകൊണ്ട് തന്നെ ജീർണിച്ചിരിക്കുന്നു. നിങ്ങളെ ഇപ്പോൾ ആർക്കും വേണ്ടാതെയായിരിക്കുന്നു കലിയുഗത്തിൽ. അതുകൊണ്ട് അല്ലയോ ഭക്തിദേവി, ഇത് അവിടുത്തെയോ പുത്രന്മാരുടെയോ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് കലിയുടെ ദോഷം കൊണ്ട് ജനങ്ങൾ അവർ സ്വയമേവ പാപികളായി മാറുകയും ദുഷ്കർമ്മികളായി മാറുകയും തദ്വാര പ്രപഞ്ചത്തെ തന്നെ ദ്രോഹിക്കുകയും ഈ ഭൂമിദേവിയെ തന്നെ മലീമസപ്പെടുത്തുകയും അവിടുത്തെയും അവിടുത്തെ പുത്രന്മാരെയും തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കുന്നു, ഒരു കാഴ്ചപ്പാടായിരിക്കുന്നു ഈ കലിയുഗത്തിൽ ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലയോ ഭക്തിദേവി, അവിടുത്തെ പുത്രന്മാരും ജീർണാവസ്ഥയെ പ്രാപിച്ചത് ഈ കലിയുടെ പ്രഭാവം കൊണ്ടാണ്. അത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മുൻപൊരു ശ്ലോകത്തിൽ പറഞ്ഞു, ഭക്തിദേവി അവിടുന്ന് ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം കാലചക്രം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ മതിയാവൂ. കാരണം കലിയുടെ സ്വഭാവം തന്നെ അതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ന ത്വാമപി സുതൈഃ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന സംസ്ഥിതാ. ഇനിയും അതിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദത്തിൽ സുതൈ എന്ന് പറയുന്നിടത്ത് ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ആ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിൽ വരുമ്പോൾ ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന അതത്രയും ചേർത്ത് വായിക്കണം. പിന്നെ ഉപേക്ഷിത അനുരാഗാന്ധൈറാണ്, അതുകൊണ്ട് അകാരം ശരിക്കും പറയുക. പിന്നൊന്ന് ജർജരത്വേന, അവിടെ രണ്ടിടത്തും ജ കൂട്ടക്ഷരമാണ്. കഴിയുന്നത്ര കട്ടിയിൽ തന്നെ അത് വായിക്കുക. അത്രയും വാക്കും ചേർത്ത് വായിക്കുകയും വേണ്ടതാണ്. ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ത്വാമപി, ആ ശ്ലോകത്തിൻ്റെ ആദ്യം വരുന്നത് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം. ത്വാം അപിയാണ്. ത്വാമപി ആകരുത്, ത്വാമപി. അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പ്രധാനമായും രണ്ടാമത്തെ പാദത്തിൽ വരുന്നത് അത് തുടക്കക്കാർക്ക് ചെറിയ ചെറിയ വാക്കുകൾ ചേർത്ത് വായിച്ച് അത് ശരിയാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ.